ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ജൂലൈ മാസം 30 എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 20 അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരധ്യായമാണിതെന്ന് ഞാൻ പറയട്ടെ. കാരണം ഭാവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മനുഷ്യൻ പാപിയാണ്, അതുകൊണ്ട് കുറ്റം ചെയ്യുവാനുള്ള അവൻ്റെ പ്രവണത ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾക്ക് പോലും പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്, പക്ഷേ അവർ പലപ്പോഴും ചെയ്യുന്നില്ല. ഗൗരവമായ പാപങ്ങൾ അവർ ചെയ്യുന്നില്ല. കാരണം പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിന് നിരന്തരമായിരിക്കുന്ന പ്രവർത്തനം കൊണ്ടും ദൈവജനത്തിൻ്റെ ഉപദേശം കൊണ്ടും അത് നിരന്തരമായ കൂട്ടായ്മകൾ കൊണ്ടും അവർ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി പ്രാപിക്കുന്നവരാണ്. എന്നാൽ പാപം ചെയ്യാത്ത വിശ്വാസികളില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും പാപ സ്വഭാവം അവർക്കുണ്ട്. അവർ പലരും പാപം ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചതായിരിക്കുന്ന കാലഘട്ടത്തെ പല പാപങ്ങളും വളരെ ഗൗരവമായ പാപങ്ങളായിരുന്നു. ഇന്നത്തെ സഭകളിലെ വിശ്വാസികളാരും കൊലപാതകം ചെയ്യില്ല, അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യില്ല. എന്നാൽ പഴയ നിയമകാലത്ത് കൊലപാതകം എന്ന് പറയുന്നത് പലപ്പോഴും ചെയ്തു പോകുന്ന ഒരു പാപമാണ്. എന്നാൽ ചില കൊലപാതകങ്ങളൊക്കെ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകങ്ങളാണ്. അതിന് ബൈബിൾ നൽകിയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, മരം വെട്ടാനായിട്ട് ചില ആളുകൾ കൂടി വനത്തിലേക്ക് പോയി. എന്നിട്ട് ഒരാൾ കോടാലി എടുത്ത് മരം വെട്ടുമ്പം കോടാലി കയ്യിൽ നിന്ന് ഊരി ചെന്നെടുത്ത് നിന്നതായിരിക്കുന്ന ആളിൻ്റെ തലയ്ക്കടിച്ചിട്ട് അയാൾ മരിച്ചുപോയി. അത് മനഃപൂർവ്വമല്ലാത്തതായിരിക്കുന്ന ഒരു നരഹത്യയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ദൈവം പറയുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഇസ്രായേലിലെ രീതി അനുസരിച്ച് ഒരാൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന ആളിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു കൊന്നയാളിനെ കൊല്ലണമെന്നാണ്. ആ രക്തത്തിൻ്റെ ചൂടോടെ അത് നടപ്പാക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഉടനടി വധശിക്ഷ നടപ്പാക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. നിയമാനുസരണ വിസ്താരം കഴിഞ്ഞിട്ടല്ല പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ മറ്റൊരാളെ കൊന്ന എത്രയും വേഗം കൊല്ലപ്പെട്ടവൻ്റെ അടുത്ത ബന്ധു കൊല ചെയ്യുന്നവനെ കൊന്നുകളയുകയാണ്. ഇക്കാരണത്താൽ മനഃപൂർവ്വം അല്ലാതെ അബദ്ധവശാൽ സംഭവിച്ചു പോയതായിരിക്കുന്ന ചില കൊലപാതകങ്ങൾക്കും കൃത്യം ചെയ്തതായിരിക്കുന്ന ആളിനെ കൊന്നുകളയുന്ന പതിവുണ്ട്. ഇത് അന്യായമാണ് എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ദൈവം ചെയ്ത ഒരു ക്രമീകരണത്തിനാണ് സങ്കേത നഗരങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊല ചെയ്ത ആളിന് സങ്കേതം നൽകുന്ന ചില നഗരങ്ങൾ. ഇസ്രായേലിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള 7 സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു ഓരോരുത്തരുടെ ഗോത്രങ്ങളിൽ. അപ്പോൾ കൊല ചെയ്ത ആളിന് ഈ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകാം. മനഃപൂർവ്വം കൊല ചെയ്തിട്ടാണ് ഓടിപ്പോകുന്നതെങ്കിൽ രക്ഷയൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രതിയോഗി വന്നിട്ട് പറയും മനഃപൂർവ്വം കൊല ചെയ്തതാണെന്ന് പറഞ്ഞാൽ വിസ്താരത്തിൽ നിൽക്കണം. വിസ്താരത്തിൽ തെളിവായാൽ അവനെ വിട്ടുകൊടുക്കുക കൊല്ലപ്പെടുവാനായിട്ട്. എന്നാൽ അബദ്ധവശാലാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് തെളിഞ്ഞാൽ അവൻ ആ സങ്കേത നഗരത്തിൽ തന്നെ തുടരാം. അക്കാലത്തെ മഹാപുരോഹിതൻ മരിക്കുന്നതുവരെ അവനവിടെ തുടരാം. മഹാപുരോഹിതൻ്റെ മരണത്തോടുകൂടെ അവന് തിരിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് കഴിയുന്നതാണ്. വിസ്താരം കഴിഞ്ഞ ശേഷം മനഃപൂർവ്വമാണ് കൊല നടത്തിയതെന്ന് തെളിഞ്ഞാൽ മരണശിക്ഷ നൽകും. അങ്ങനെയല്ല, അബദ്ധവശാലാണ് എന്ന് തെളിഞ്ഞാൽ അവന് സങ്കേത നഗരത്തിൽ അവന് കഴിയുവാനായിട്ട് ഉള്ള അനുവാദമാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റ് ചെയ്യുന്ന പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു സങ്കേത നഗരം ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. കർത്താവാണ് സങ്കേത നഗരം, അല്ലാതെ ചിലർ പറയും സഭയാണ് സങ്കേത നഗരമെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. തെറ്റ് ചെയ്ത ആൾ സഭയിലേക്ക് ഓടി വരികയും സഭ അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്യുന്നു. സഭയ്ക്ക് അത് സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമം ഇന്ന് വധശിക്ഷ നൽകുവാനും അതുപോലെയുള്ളതായിരിക്കുന്ന കുറ്റങ്ങൾ വിസ്തരിക്കുവാനുമുള്ള അവകാശം സഭയ്ക്കല്ല, അത് നിയമകോടതികൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് സഭ സങ്കേതകരമായിട്ട് ഒരു വിധി പറഞ്ഞ ഒരാളെ അങ്ങനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. മനഃപൂർവ്വമല്ലാതെ നാം ഒരു തെറ്റ് ചെയ്തു പോയെങ്കിൽ ആ തെറ്റിന് നമുക്ക് ക്ഷമ കിട്ടുവാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചെല്ലാവുന്നൊരു സ്ഥലമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. അവിടേക്ക് നമുക്ക് എല്ലാം തക്ക സമയത്ത് കൃപ പ്രാപിക്കണം, ഓടി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്കും അതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത തെറ്റുകൾക്കും നമുക്ക് അഭയം തേടുവാൻ കഴിയുന്നൊരു സ്ഥലമാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ നമ്മുടെ അഭയകേന്ദ്രമാണ്. നമ്മുടെ സങ്കേത നഗരമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മാരകമായ പാപങ്ങൾ വിശ്വാസികൾ ചെയ്യില്ല എന്ന് വേണം വിചാരിക്കാൻ. കൊലപാതകം മുതലായ കാര്യങ്ങൾ ഒരു വിശ്വാസി ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. അതാണ് ആത്മഹത്യയും കൊലപാതകവും. 2 കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് ഗൗരവമായിരിക്കുന്ന ജീവനെ സംബന്ധിക്കുന്നതാണ്. ജീവനെ എടുക്കുന്ന ഒരു കൃത്യം ചെയ്യുവാനായിട്ട് ജീവനെ തന്നതായിരിക്കും ദൈവത്തിനല്ലാതെ ആർക്കും അനുവാദം ഇല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്.
അതുകൊണ്ട് വിശ്വാസം അങ്ങ് ചെയ്യില്ല എന്ന് പറയാം. മറ്റുള്ള പാപങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് പലപ്പോഴും നാം മനഃപൂർവ്വമല്ലാതെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ജലത്തിൻ്റെ ബലഹീന നിമിത്തം എന്നൊക്കെ പറയാറുണ്ട്. ജലത്തിൻ്റെ ബലഹീന നിമിത്തം മുൻകോപിയായ ഒരു മനുഷ്യന് സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റേയാൾ ഏതോ അരുതാത്ത കാര്യം പറഞ്ഞു പിടിച്ചൊരു തള്ളു കൊടുത്തു കുഴിയിലേക്ക് വീണ് മരിച്ചുപോയി. കണ്ടില്ലേ? അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമാണ്. അതിനും നിയമപരമായിരിക്കും നടപടി കഴിഞ്ഞിട്ട് അവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് അവന് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ എൻ്റെ മുൻകോപത്തിൽ പിടിച്ചു തള്ളിയതാണ്, അത് തെറ്റായിപ്പോയി. പക്ഷേ അവനെ കൊല്ലണമെന്നോ അവനെ ഉപദ്രവിക്കണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. അതുകൊണ്ട് ആ കുറ്റം അവിടുന്ന് എന്നോട് ക്ഷമിച്ചു തരണമെന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. നാം പാപം ചെയ്താൽ ദൈവത്തോട് ഏറ്റു പറയാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്കൊരു സങ്കേത നഗരമുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നാം പല കുറ്റങ്ങളും ചെയ്തിട്ട് സങ്കേത നഗരത്തിലേക്ക് പോവില്ല. നമ്മുടെ കുറ്റം നമ്മുടെ മനസ്സിൽ തന്നെ വെച്ച് നാം അതിനെ നീതീകരിച്ചുകൊണ്ടിരിക്കും. കുറ്റങ്ങളെ നീതീകരിക്കുന്നവർക്ക് ഒരിക്കലും ശുഭം വരികയില്ല. കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കേ വരൂ. സഭയിൽ ഏറ്റു പറയേണ്ടതാണെങ്കിൽ സഭയെ ഏറ്റു പറയണം, സഹോദരനോട് ഏറ്റു പറയേണ്ടതാണെങ്കിൽ സഹോദരനോട് ഏറ്റു പറയണം, ദൈവത്തോട് നേരെ ഏറ്റു പറയേണ്ടതാണെങ്കിൽ ഏറ്റു പറയണം. അങ്ങനെ പാപത്തെ ഏറ്റു പറഞ്ഞ് നാം ക്ഷമ ലഭിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സങ്കേതനഗരം നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ ഏത് പ്രശ്നവുമായി ചെന്നാലും കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ബുദ്ധിവശം തരും. എന്നാൽ മനഃപൂർവ്വമുള്ള പാപങ്ങൾക്ക് ശിക്ഷാവിധിയേ ഉള്ളൂ. അങ്ങനെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മനഃപൂർവ്വം പാപം ചെയ്താൽ അതിന് പിന്നെ ശിക്ഷ അനുഭവിക്കുകയെന്ന് നിവൃത്തിയുള്ളൂ. അതിന് ഗവൺമെൻറ് വെച്ചിരിക്കുന്നതായിരിക്കും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങളെ മാനിച്ച് ആവശ്യമായിരിക്കുന്ന ശിക്ഷകളും ശിക്ഷാക്രമങ്ങളും ഒക്കെ ഗവൺമെൻറ്റിൽ കൂടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ സങ്കേതനഗരം ഉണ്ടെന്നുള്ളത് നമുക്കൊരാശ്വാസമാണ്, വളരെ ആശ്വാസമാണ്. ഓരോ വിശ്വാസിയും എത്ര ഭക്തനായി ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അരുതാത്ത ചിന്തകൾ, അരുതാത്ത ഭാവങ്ങൾ, അരുതാത്ത നോട്ടങ്ങൾ, അരുതാത്ത ആഗ്രഹങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ വരും. ചിലപ്പോൾ അരുതാത്ത ചെയ്തികൾ പോലും ചെയ്തു പോകും. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നാം ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കേതനഗരത്തിലേക്ക് ചെന്ന് അവിടെ കാര്യങ്ങൾ പറയുക. അവിടെ നമ്മുടെ മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതനോട് പറയുക, ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തു പോയി, ഇങ്ങനൊരു തെറ്റ് ചിന്തിച്ചു പോയി, ഇങ്ങനൊരു തെറ്റ് പറഞ്ഞു പോയി, ഇങ്ങനൊരു തെറ്റ് ഞാൻ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തു പോയി, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം പറയുന്ന ശിക്ഷയെ ഏൽക്കാൻ സന്നദ്ധനാണ്. ദൈവം എന്നോട് നീ ക്ഷമിക്കണം എന്ന് നമുക്ക് പറയാനുള്ളതായിരിക്കുന്ന സങ്കേതനഗരമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുറ്റബോധവും പേറിക്കൊണ്ട് പാപഭാരവും പേറിക്കൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാതെ നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ സങ്കേതനഗരത്തിൽ നമുക്ക് അഭയം തേടാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതനഗരമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ സങ്കേതനഗരമായി അവർ നിയമിച്ചിരിക്കുകയാൽ നന്ദിയോട് സ്തോത്രം. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നറിഞ്ഞ് ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുവാനിടയാകണമേ. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹകരമായ ദിവസം ഞങ്ങൾക്ക് തരണമേ. കൃപ തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.